സർ ഫോൺ. ഫോണേ പോയിക്കോ. അതല്ല സർ, ഫോൺ ബെൽ. ഞാനെടുത്ത് കുഴപ്പമുണ്ടെന്ന് വിചാരിച്ചു. അത്രയ്ക്ക് വകതിരിവൊക്കെ ആയോ? ഹലോ മിസ്റ്റർ രാകേഷ് മേനോൻ. യെസ്, ഇത് വീനസ് ഹോസ്പിറ്റലിൽ നിന്ന്. സാറിന്റെ മിസ്സസിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് പറ്റി സീമയ്ക്ക്? ഒരു ചെറിയ ആക്സിഡന്റ്. ആക്സിഡന്റോ? ടെൻഷന്റെ കാര്യമില്ലെന്നാ ഡോക്ടേഴ്സ് പറഞ്ഞത്. കാഷ്വാലിറ്റി ഇപ്പോ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉടനെ അങ്ങോട്ട് എത്താം. സാറ് ടെൻഷൻ അടിക്കണ്ട. മൈനർ ആക്സിഡന്റ് വല്ലതും ആകാനേ സാധ്യതയുള്ളൂ. എന്തായാലും ഈ അവസ്ഥയിൽ സാറ് ഡ്രൈവ് ചെയ്ത് പോണ്ട, ഞാൻ കൂടി വരാം. ഡ്രൈവിംഗ് അറിയാമോ? എന്ത് ചോദ്യമാണ് സാർ. ഞങ്ങളുടെ കോളനിയിൽ ആർക്ക് ആക്സിഡന്റ് പറ്റിയാലും ഉടൻ തന്നെ അവർ തൂക്കിയെടുത്ത് കാറിന്റെ ബാക്ക് സീറ്റിൽ കിടത്തി ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഞാനാ. സ്വന്തമായിട്ട് കാറിലെന്നേ ഉള്ളൂ. അതിന് 2 പ്രൊമോഷൻ കിട്ടിയ ഉടൻ തന്നെ ലൈസൻസ് ഉണ്ടോ? ഉണ്ട്, ഒറിജിനലും ഉണ്ട്, ട്രൂ കോപ്പി ഉണ്ട്, അറ്റസ്റ്റഡ്. കാണണോ? വേണ്ട, ഞാനൊന്ന് ഡ്രസ് ചെയ്തിട്ട് വരാം. ലൈസൻസ് എവിടെ വെച്ചു? ഹലോ രാകേഷ്, മോഹിനിയാ. എന്താ ഒന്നും മിണ്ടാത്തത്? എന്നോട് പിണക്കമാണോ? എന്നോട് മിണ്ടിയില്ലെങ്കിൽ ഞാൻ അയ്യോ മാഡം, എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാം. അബദ്ധമൊന്നും കാണിക്കരുത്. എന്തബദ്ധം? ഞാനോട് മീക്ഷയൊക്കെ ഉണ്ടാക്കുക. ബൈ ദ വേ, കൃഷ്ണനുണ്ണി ഇതുവരെ പോയില്ലായിരുന്നോ? ഇല്ല, മാഡത്തിനൊരു ആക്സിഡന്റ്. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുക. സീരിയസ് ആണോ? അല്ലെന്നാ ഹോസ്പിറ്റലുകാർ പറയണേ. എന്നാലും നേരിട്ട് കണ്ടാലല്ലേ. രാകേഷിന് അങ്ങനെ തന്നെ വരണം. അയ്യോ, അങ്ങനെ പറയരുത് മാഡം. എന്താ പറഞ്ഞാല്? കള്ളന രാകേഷ്. അയാളുടെ കൂടെ ഒരു പെണ്ണിനും അധിക കാലം കഴിയാൻ പറ്റില്ല. മാഡം വിചാരിക്കുന്ന പോലെയല്ല. സാറ് സീമ മാഡത്തിനെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാ മോഹിനി മാഡത്തിനെ ഒഴിവാക്കുന്നത്. അങ്ങനെ തോന്നുമ്പോ സ്റ്റാർട്ട് ചെയ്യാനും കട്ട് ചെയ്യാനും ഞാൻ എന്താ കോൾഗേളാണോ? മതിയായി. ഐ ആം ഗോയിങ് ടു കമ്മിറ്റ് സൂയിസൈഡ്. അയ്യോ, ആരാ ഉണ്ണി? മോഹിനി മാഡം. ഫോൺ കട്ടി. ആത്മഹത്യ ചെയ്യുമെന്നാ പറയണേ. അതൊക്കെ അവൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറയുന്നത്. താൻ ഫോൺ കട്ടി. മാഡം, ജീവിതം നമുക്ക് ഈശ്വരൻ തന്നതാ. അത് തിരിച്ചെടുക്കാനുള്ള അവകാശവും അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. യു ആർ എ വെരി നൈസ് പേഴ്സൺ മിസ്റ്റർ ഉണ്ണി. താങ്ക് യു. രാകേഷിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഹി ഈസ് മീൻ, നാരോ മൈൻഡഡ്, shrewd and selfish, a total cheat. സാറിന്റെ പരിമിതികൾ മാഡം മനസ്സിലാക്കണം. മിസ്റ്റർ ഉണ്ണിക്ക് രാകേഷിനെ മണിക്കൂറുകളുടെ പരിചയമല്ലേ ഉള്ളൂ. ഐ നോ ഹിം ഫോർ ദ പാസ്റ്റ് 5 years. സ്വന്തം കാര്യം കാണാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാ രാകേഷ്. ഇന്ന് തന്നെ മിസ്റ്റർ ഉണ്ണിയെ ക്ലബിലേക്ക് വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് അറിയൂ? പാട്ടുപാടിക്കാനാ. എനിക്ക് സിനിമയിൽ പാടാൻ അവസരം തരാമെന്ന് ഏറ്റിട്ടുണ്ട്. Stupid. കളിയാക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു മണ്ടനെ തപ്പിയെടുത്ത് റാഗ് ചെയ്ത് വിടുന്നതാ അവരുടെ ഫ്രൈഡേ ഡിന്നർ പാർട്ടി. രാകേഷിന്റെ ഇന്നത്തെ ഇരയാണ് കൃഷ്ണനുണ്ണി. ഹീറോ എന്ന് പറഞ്ഞ് മിസ്റ്റർ ഉണ്ണിയെ വിളിച്ചു വരുത്തിയത് ബഫൂണാക്കി പറഞ്ഞു വിടാനാ. സംശയം ഉണ്ടെങ്കിൽ രാകേഷിനോട് തന്നെ ചോദിച്ചു നോക്കൂ. കാറിന്റെ കീ ഇവിടെ. അല്ല, കഴിഞ്ഞില്ലേ? മോഹിനി അങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയിന്ന് തോന്നുന്നു. നമുക്ക് പോണ്ടേ? വാ. എന്താ ഉണ്ണി? ബഫൂണാക്കാൻ പറ്റിയ ഒരു ഇഡിയറ്റാണ് ഞാൻ, അല്ലേ സർ? എല്ലാവർക്കും കൈകൊട്ടിച്ചിരിക്കാനും പരിഹസിക്കാനും ഉള്ള ഒരു ഡിന്നർ ഗസ്റ്റ്. ഞാൻ സാറിനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എണ്ണിച്ചുട്ട് അപ്പം പോലെ കിട്ടുന്ന ശമ്പളമേ ഉള്ളൂവെങ്കിലും ആരോടും കടം വാങ്ങാതെ അന്തസ്സോടെ എത്രയും നാൾ ജീവിച്ചിട്ടുള്ളൂ. സാറിനെ പോലുള്ള പണക്കാരോട് ഒരിക്കലും അസൂയോ ശത്രുതയോ തോന്നിയിട്ടില്ല. സാറിന് പണമുണ്ടെങ്കിൽ അത് ദൈവം തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള എന്നെ സാറിൻ്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ ഒരു കോമാളിയായി അവതരിപ്പിക്കാൻ മാത്രം ഞാൻ അത്രയ്ക്കൊരു ഇഡിയറ്റാണോ സർ? എൻ്റെ അച്ഛൻ എപ്പോഴും പറയും, വേണ്ട, അതൊന്നും സാറിനെ പോലുള്ളവർക്ക് മനസ്സിലാവില്ല. ഉണ്ണി വെറുതെ സെന്റിമെന്റൽ ആവുകയാണ്. അതിനുള്ള സമയമല്ലത്. ഉണ്ണിയെ പാർട്ടിക്ക് വിളിക്കുമ്പോൾ ചെറിയൊരു എന്റർടൈൻമെന്റ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് സത്യമാണ്. പക്ഷെ ഉണ്ണിയുടെ കഴിവുകളും അനുഭവങ്ങളും ഒക്കെ പ്രദർശിപ്പിക്കുക എന്നൊരു നല്ല ഉദ്ദേശം കൂടി അതിനുണ്ടായിരുന്നു. സാർ എപ്പോഴും കളവാണ് പറയുന്നത്. മോഹിനി മാഡം പറഞ്ഞത് വളരെ ശരിയാണ്. സാർ ഒട്ടും ശരിയല്ല. യെസ്, ഞാൻ നാരോ മൈൻഡഡ് ആണ്, സില്ലിയാണ്, സെൽഫിഷാണ്. ഇതൊക്കെ എൻ്റെ ഭാര്യയും മോഹിനിയും ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാ. ഇപ്പതാ ഉണ്ണിയും പറഞ്ഞു. സമ്മതിച്ചു, നിങ്ങളെല്ലാവരും പെർഫെക്റ്റ്, ഞാൻ മാത്രം കുഴപ്പക്കാരൻ. ഹലോ, സീമയാണ്. സീമ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അതിന്റെ ആവശ്യമില്ല, അത് പറയാനാ ഞാൻ വിളിച്ചത്. സീമ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. രാകേഷിനെ കാണാൻ വേണ്ട. വെറുതെ ഹോസ്പിറ്റലിൽ വന്ന് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്. സീമ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എല്ലാം ഞാൻ നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കിയതാ. എന്നെ വെറുതെ വിട്ടേക്കൂ രാകേഷ്. പ്ലീസ്. മോഹിനി ചന്ദ്രൻ,
രാകേഷിന് നല്ല ചോയ്സ് ആണ്. നോ, മോഹിനി ചന്ദ്രനായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എല്ലാം എന്താ ഈ ഇഡിയറ്റ് ഉണ്ടാക്കിയ കൺഫ്യൂഷൻസ് ആണ്. അയാള് കാരണം എനിക്ക് കാര്യങ്ങൾ ബോധ്യമായി. സീമ, സീമ പ്ലീസ് ട്രസ്റ്റ് മീ. നോ, ഇനി എന്നെ പൊട്ടിയാക്കാൻ നോക്കല്ലേ രാകേഷ്. നോ സീമ, സീമ പ്ലീസ്. ഗുഡ് ബൈ ആൻഡ് ഗുഡ് ബൈ ഫോർ എവർ. ഈ ഇഡിയറ്റ് ഇറങ്ങുകയാണ് സർ. സർ പ്ലീസ്, ഈ മദ്യം ഒന്നിനും ഒരു പരിഹാരമല്ല. എനിക്കറിയാം, എന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷ ഞാൻ സ്വയം ഏറ്റുവാങ്ങുക. എന്തൊക്കെയോ നേടിയെന്ന് ഒരുപാട് അഹങ്കരിച്ചു. അതൊന്നും നേട്ടങ്ങളായിരുന്നില്ലെന്ന് വളരെ വൈകിയാണ് എനിക്ക് മനസ്സിലായത്. വേണ്ടപ്പെട്ട ഓരോരുത്തരായി എന്നെ വിട്ടുപോയി. ഉണ്ണിയും പോയിക്കോളൂ. എന്റേതായ ഒരു ലോകത്ത് ഞാനിവിടെ ഇങ്ങനെ തനിച്ചിരുന്നോളാം. ഞാൻ വീനസ് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിച്ചോട്ടെ? എനിക്ക് സീമ മാഡത്തിനോടൊന്ന് സംസാരിക്കണം. എന്തിന്? ഒരു കാര്യവുമില്ല. വീനസ് ഹോസ്പിറ്റൽ? യെസ്. ഇപ്പൊ അവിടെ അഡ്മിറ്റ് ആയ സീമ മേനോനെ ഒന്ന് കണക്ട് ചെയ്യാമോ? സോറി, രാത്രി 9 മണിക്ക് ശേഷം പേഷ്യൻസിന്റെ റൂമിലേക്ക് ഔട്ട്സൈഡ് കോൾ കണക്ട് ചെയ്യാറില്ല. വളരെ സീരിയസ് മാറ്റർ ആണ്. സോറി സർ, ഹോസ്പിറ്റൽ റൂൾസ് ആണ്. ഒരു മിനിറ്റ്, ഞാൻ ഡോക്ടർക്ക് ഒന്ന് കൊടുത്തോട്ടെ. Hello, I am Dr. Mohan Chandran here. ഗുഡ് ഈവനിംഗ് ഡോക്ടർ. Good evening. Put me to Seema Menon, please. It's very urgent. 1 minute ഡോക്ടർ. ഹലോ. സീമ മാഡം, കൃഷ്ണനുണ്ണിയാ. ആര്? രാകേഷ് സാർ ഡിന്നറിന് വിളിച്ച ഇഡിയറ്റ്. നമ്മൾ തമ്മിൽ കണ്ടിരുന്നു. മനസ്സിലായി. മാഡം, ഞാൻ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. രാകേഷ് സാർ 100% നിരപരാധിയാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഇപ്പോ സാറിന് പ്രതിക്കൂട്ടി നിൽക്കേണ്ടി വന്നിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കി വെച്ച കുഴപ്പം കൊണ്ടാണ്. നോക്കൂ, ഞാനൊന്ന് പറഞ്ഞോട്ടെ മാഡം. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ രാകേഷ് സാറിന് വളരെയധികം പ്രയാസവും കുറ്റബോധവും ഉണ്ട്. മാഡം എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. സാർ ക്രൂരനാണ്, സ്വാർത്ഥനാണ്, നാരോ മൈൻഡഡ് ആണ്, മീനാണ്. ഇതൊന്നും അല്ലെന്ന് ഞാനും പറയില്ല. പക്ഷെ ഇപ്പൊ സാർ ആകെ തകർന്നിരിക്കുകയാണ്. മാഡത്തിന്റെ ഈ അകൽച്ച സാറിനെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, പാപത്തിൽ നിന്നുമാണ് നമ്മൾ അകന്ന് നിൽക്കേണ്ടത്, പാപികളിൽ നിന്നുമല്ല. സാറിന്റെ എല്ലാം മാഡമാണെന്നുള്ള തിരിച്ചറിവ് അല്പം വൈകിട്ടാണെങ്കിലും സാറിനുണ്ടായിരിക്കുന്നു. മാഡത്തിനറിയോ, ആ മനസ്സ് നിറയെ ഇപ്പോ മാഡത്തിനോടുള്ള സ്നേഹമാണ്. ഭാര്യയെ പിരിഞ്ഞ് കഴിയുന്നതിന്റെ വേദന മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ടറിയാം. അനാവശ്യമായ പിടിവാശി ഒരു ദാമ്പത്യ ജീവിതം തകർത്ത അനുഭവപാഠം എൻ്റെ മുന്നിലുണ്ട്. തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഇനിയുള്ള ജീവിതം മാഡത്തിന് മാത്രമായി നീക്കിവെച്ച ഒരു മനസ്സിനെ ഇനിയും വേദനിപ്പിക്കരുത്. മിസ്റ്റർ ഉണ്ണി, നിങ്ങൾ രാകേഷിന്റെ അടുത്തു നിന്ന് തന്നെയല്ലേ ഈ പ്രഭാഷണം നടത്തുന്നത്? എനിക്കറിയാം രാകേഷിനെ. പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി അവതരിപ്പിച്ചു എന്ന് അഭിമാനിക്കാം. അയ്യോ മാഡം, ഞാൻ പബ്ലിക് ബൂത്തിൽ നിന്നുമാണ് വിളിക്കുന്നത്. സത്യമായിട്ടും രാകേഷിനോട് മാത്രമേ സ്നേഹമുള്ളൂ, ആത്മാർത്ഥതയുള്ളൂ. ബാക്കിയെല്ലാം വെറും പ്രകടനങ്ങളാ. രാകേഷിനെ ഇനിയും മിസ്റ്റർ കൃഷ്ണനുണ്ണിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. അങ്ങനെ പറയരുത് മാഡം. സാർ അനുഭവിക്കുന്ന വിഷമം ഞാൻ നേരിട്ട് കണ്ടതാ. നിങ്ങൾ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ആ പൊരുത്തക്കേടുകൾക്കിടയിലും സാർ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. മാഡം ഇല്ലാതെ സാറിനൊരു ജീവിതമില്ല. പ്രയാസങ്ങൾ മറക്കാൻ വേണ്ടി ഇപ്പൊ മദ്യത്തിൽ അഭയം തേടിയിരിക്കുക സാറ്. ഇങ്ങനെ പോയാൽ സാറിന്റെ ജീവൻ തന്നെ അപകടത്തിലാവും മാഡം. ഉണ്ണിയുടെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. ഞാനാണ് നന്ദി പറയേണ്ടത് നിങ്ങളുടെ നല്ല മനസ്സിന്. രാകേഷിനെ ഞാൻ വിളിക്കാം. ഓക്കെ മാഡം. ഈശ്വരൻ സാറിനെ കൈവിട്ടില്ല. വലിയ പണക്കാരുടെ ഡോൺ കെയർ ആറ്റിറ്റ്യൂഡ് ഉള്ളപ്പോൾ തന്നെ സാറിന്റെ മനസ്സിൽ കൊച്ചു കൊച്ചു നന്മകളുണ്ട്. അതാ എല്ലാം ശരിയായത്. താങ്ക് യു മിസ്റ്റർ കൃഷ്ണനുണ്ണി. ഇതിന് പ്രത്യുപകാരമായിട്ട് ഒന്നും വേണ്ട സാർ. ഒരു ചെറിയ റിക്വസ്റ്റ് പ്ലീസ്. ഇനി ആരെയും സാറ് ഇഡിയറ്റ് എന്നും ഫൂൾ എന്നും വിളിക്കരുത്. ഓക്കെ, മതി. ഹലോ, സീമയാണ്. ഞാൻ കൃഷ്ണനുണ്ണിയാണ് മാഡം.
മാഡം വാക്ക് പാലിച്ചു. ശിവ മാഡം. ഇഡിയറ്റ്. മാഡം ഞാൻ പബ്ലിക് ബൂത്തിൽ ഒന്നും പറയണ്ട. രാകേഷിന് പറ്റിയൊരു ഫ്രണ്ടാണ് കൃഷ്ണനുണ്ണിന്ന് എനിക്ക് ഇപ്പൊ ബോധ്യായി. ഗുഡ് ബൈ. ഈ ഹോസ്പിറ്റൽ എവിടെയാ സർ? ഗെറ്റ് ഔട്ട്. തെറ്റ് എന്റേതാണ് മാഡം. ബൂത്തിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ കളവ് പറയാൻ പാടില്ലായിരുന്നു. അബദ്ധങ്ങളൊക്കെ കാണിച്ചത് ഞാനും അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്നത് പാവൻ രാകേഷ് സാറും. കഷ്ടമല്ലേ മാഡം? നോക്കിയേ മാഡം, വീട്ടിൽ കഴിയേണ്ട ആളെ ഞാൻ പേഴ്സിലാക്കി കൊണ്ട് നടക്കുക. ഇപ്പൊ കുറ്റബോധം തോന്നുന്നുണ്ട്. അന്നേ എന്തുവിനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നാൽ മതിയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, വൈകിപ്പോയി. ഞങ്ങളുടെ ഈ ദുരനുഭവം മാഡത്തിന് സാറിനും ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഇത് വലിയൊരു അഭിമാന പ്രശ്നമായി മാറും. ഈശ്വരനെ സാക്ഷി നിർത്തി പറയാ, സാറിന് മാഡം എന്ന് പറഞ്ഞാൽ ജീവനാ. അതുകൊണ്ട് പ്ലീസ് മാഡം, എല്ലാം മറക്കണം, ഓർക്കണം. ശരി, സമ്മതിച്ചു. ഞാനൊരു പാച്ചപ്പിന് തയ്യാറാണ്. ഒരു കണ്ടീഷനിൽ. പറയൂ മാഡം. ആദ്യം കൃഷ്ണനുണ്ണി പോയി ഇന്ദുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. മാഡം അത് എന്താ? ഇപ്പൊ ഞാൻ മാത്രം വിചാരിച്ചാ പോരാ. ഈ പ്രശ്നത്തിൽ എന്റെ അമ്മയ്ക്കും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനും കൂടി ഒരു പരിഹാരം കാണാതെ. അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഉണ്ണി മനസ്സ് വെച്ചാൽ. ഞാൻ ശ്രമിക്കാം മാഡം, തീർച്ചയായിട്ടും ശ്രമിക്കാം. അങ്ങനെയെങ്കിലും സാറും മാഡം ഒന്നിക്കുമെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ മാഡം. ശരി. കൃഷ്ണനുണ്ണിയല്ലേ പോയത്? സിസ്റ്ററിനറിയോ? കൃഷ്ണനുണ്ണിയുടെ അമ്മ. അതെ, ആരാ? ഞാൻ ഉണ്ണിയുടെ കൂട്ടുകാരന്റെ ഭാര്യയാ. മോനില്ലല്ലോ അവിടെ, അവൻ ഓഫീസിൽ പോയിരിക്കുക. ഞാൻ അമ്മയെ കാണാനാ വന്നത്. എന്നെ കാണാനോ? വരൂ, ഇരിക്കൂ. താങ്ക് യു. എൻ്റെ മോൻ അങ്ങനെയാ. സ്വന്തം വിഷമങ്ങളും സങ്കടങ്ങളും മറ്റുള്ളവരെ അറിയിക്കുന്നത് അവനെ ഇഷ്ടമല്ല. ഒരു വർഷം ഒന്നിച്ച് കഴിയാനുള്ള ഭാഗ്യമേ ദൈവം അവർക്ക് കൊടുത്തുള്ളൂ. വിധിയെപ്പോലും പഴിക്കാതെ ഇന്ദു ഇപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ അവനിവിടെ കഴിയുക. ഹലോ മാഡം, ഞാൻ കൃഷ്ണനുണ്ണിയാണ്. പറയൂ ഉണ്ണി. ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ ഇന്നലെ ഇന്ദുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ദാറ്റ്സ് ഗുഡ്. ഇനി മാഡത്തിന് സാറിന്റെ വീട്ടിലേക്ക് പോകാലോ? പോകാം ഉണ്ണി, ഞാൻ ഇന്ന് തന്നെ പോകാം. താങ്ക് യു മാഡം. മാഡത്തിനെയും സാറിനെയും ദൈവം രക്ഷിക്കും. ഈ മനുഷ്യനെയാണോ വിഡ്ഢിയാക്കാൻ നോക്കിയത്? പോവല്ലേ? നിക്ക് ഡാർലിംഗ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഈശ്വരനാണ് സത്യം. നീ പറയുന്ന ഈ ശ്രീകുമാരി എനിക്ക് അറിയില്ല. പിന്നെ ബാലുവിന്റെ മൊബൈലിലേക്ക് ഇപ്പൊ മിസ് കോൾ അടിച്ച ഈ ശ്രീകുമാരി ആരാ? ഇത് ശ്രീകുമാരിയല്ല, ശ്രീകുമാർ ഐ, ഇട്ടിച്ചന്റെ മോൻ, എന്റെ ഫ്രണ്ട്. ഇട്ടിച്ചന്റെ മോൻ ശ്രീകുമാർ? എനിക്ക് ചേട്ടന് വിശ്വാസമില്ല. അതെ, പ്ലീസ്. വേണ്ട വേണ്ട, ഇനി ഒരു ഫ്രൈഡേ പാർട്ടി നമ്മുടെ ക്ലബിൽ വേണ്ട. വേണ്ട രഘു, ഇനി നമ്മൾ ആരെയും വിഡ്ഢികളാക്കുന്നില്ല. That's good. ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കണം.
ഈ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഉണ്ടംപൊരി പോലെയാ. ഏത് നിമിഷവും അത് പൊടിഞ്ഞു പോകാം. ഇതാ കണ്ടോ, ഭാര്യ പിണങ്ങിപ്പോയതിന്റെ വിഷമം മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ പറയുന്നത്. കുറുപ്പ് സാർ എപ്പോഴും പറയും സംശയരോഗമുള്ള ഭാര്യയും കറവ പറ്റിയ പശുവും ഒരുപോലെയാണെന്ന്. ലത മാഡം പ്ലീസ്, ബാലു സാറിന് എനിക്കറിയാം. സാർ ഒരിക്കലും കള്ളം പറയില്ല. സാറിന് മാഡം എന്ന് പറഞ്ഞാൽ ജീവന. ഇനി രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കൈ കൊടുത്തേ. ഇനി ബാലു സാർ എനിക്കൊരു സത്യം ചെയ്തു തരണം. എന്ത് സത്യം വേണമെങ്കിലും ഞാൻ ചെയ്തു ഇന്നലെ പോയതുപോലെ ആ ശ്രീകുമാരിയായിട്ട് മേലാൽ സിനിമയ്ക്ക് പോവില്ലെന്ന്. നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലടാ. വേണ്ട, അയാളൊന്നും ചെയ്യരുത്. സിനിമയ്ക്കല്ല, ബീച്ചിലാ പോയത്. എനിക്ക് അബദ്ധം പറ്റിയതാ.